വിജിലൻസാ അജയ് പറഞ്ഞ ബൈക്ക് പോകുന്നു പറഞ്ഞത്. ഏത് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വന്നാ? സ്ഥലങ്ങൾ കാണാൻ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അട്ടപ്പാടിയിലെ പറ്റാവുന്ന സ്ഥലങ്ങൾ മൊത്തം കാണാന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന സ്ഥലങ്ങളും അതേപോലെ എന്താ പറയുക നമുക്ക് ലീഗലായിട്ട് പോകാൻ പറ്റുന്നത്. ഇത് ഇവിടെ റിസർവ് ഫോറസ്റ്റ് ആയിരുന്നു, നമുക്ക് പല സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു കേസും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ അലോഡായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ പാടുള്ളൂ എന്നൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥലങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുക. പിന്നെ എല്ലാ ഊരുകളും ഒരുവിധപ്പെട്ട ഈ അട്ടപ്പാടിയിലുള്ള ചെറിയ ചെറിയ ഊരുകളുണ്ട്. ഊരുകൾ കാര്യങ്ങളൊക്കെ കാണുക, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മൊത്തമായിട്ട് ഞാനെടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഏരിയ മൊത്തം ഞാൻ എടുത്തിട്ട് എനിക്കറിയാവുന്ന സ്ഥലങ്ങളും പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ സ്ഥലങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ പരമാവധി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നടക്കില്ലോ എന്നറിയില്ല. പല സ്ഥലത്തും ഫോറസ്റ്റുകാരുണ്ടാവും, ചിലപ്പോൾ വിഷയങ്ങളുണ്ടായിന്ന് വരാം, നമുക്കറിയില്ല. പല സ്ഥലത്തേക്കും നമ്മൾ കയറ്റി വിട്ടില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി നോക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. കാരണം മെയിനായിട്ടുള്ള പ്രശ്നം റിസർവ് ഫോറസ്റ്റുകാരനാണ്. നമുക്ക് ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആരും അനുവാദം നമുക്ക് കയറി പോകാൻ പറ്റില്ല. അഥവാ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ പിഴയും ഉണ്ടാവുന്നതാണ്. അതാണ് പ്രശ്നം. ഫോറസ്റ്റ് ഏരിയ കാരണം ഇപ്പോൾ പരമാവധി സ്ഥലങ്ങൾ നമ്മൾ കാണും മാത്രമല്ല കണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മളിപ്പോൾ പോണ സ്ഥലത്തിൻ്റെ പേര് ഉമ്മത്താമ്പടി എന്നാണ്. ഉമ്മത്താമ്പടിയിൽ നിന്ന് നമ്മൾ പിന്നെ പോണ സ്ഥലം അരളിക്കോണ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്ക്. അതിൻ്റെ അപ്പുറം ഇടവാണിയാണ് ഈ ഏരിയയിൽ നിന്ന് നമ്മുടെ ഊട്ടി ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ, അതായത് അപ്പർ ഭവാനി എന്നൊരു ഡാമുണ്ട് മുകളിൽ, ആ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടവാണിയാണ് ലാസ്റ്റ്. അപ്പർ ഭവാനിയുടെ അടുത്ത് ഇറങ്ങുന്ന സ്ഥലം. ഇടവാണിക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി പുഴയിൽ വെള്ളം കയറിയിട്ട് പുഴ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിൽ. അപ്പോൾ പുഴയിൽ വെള്ളം കൂടുതലായ കാരണം നമുക്ക് കടക്കാൻ പറ്റില്ല. സംഭവം ജീപ്പ് കാര്യങ്ങളൊക്കെ പോകും, പക്ഷെ നമ്മുടെ ബൈക്ക് പോകാൻ ചാൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. വെള്ളം കുറഞ്ഞാൽ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് മലമ്പ്രദേശമായ കാരണം നാടുകളിൽ, അതായത് കുറച്ച് ടൗൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നും മഴ ചിലപ്പോൾ പെയ്തൊന്നും വരില്ല. മലമുകളിൽ മഴ പെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ പുഴയിൽ എപ്പോഴാണ് വെള്ളം കയറാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രതീക്ഷിക്കാണ്ട് വെള്ളം കൂടും, ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം കുറയും. അപ്പം അങ്ങനെ ഒരു വിഷയമുള്ള കാരണം നമുക്ക് ഇടവാണി അധികം പോകാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് കൺഫേം അല്ല. നമുക്ക് നോക്കി നോക്കാം. കഴിഞ്ഞ ദിവസത്തെല്ലാം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോകുന്നതാണ്. വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്തേക്ക് ആക്കാൻ നല്ലത്. അപ്പോൾ നമുക്ക് അതിന് മുന്നിലുള്ള അരളിക്കോണം എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ വന്ന് നമ്മുടെ സ്ഥലത്തിന് മൂലക്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതൊക്കെ കാണാം. പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വേറെ റൂട്ട് കയറിയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പരമാവധി എത്രത്തോളം നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റുമോ അത് കണ്ട് തീർക്കാന്നുള്ളതല്ല കേട്ടോ. എനിക്ക് സമാധാനം കിട്ടുന്ന സ്ഥലത്തോട് ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ പോകത്തുള്ളൂ. അത് ചിലപ്പോൾ വീഡിയോ അതിനനുസരിച്ച് വ്യത്യാസം വരും. അല്ലാതെ സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് പുറത്ത് പോയി കാണാൻ അങ്ങനത്തെ പരിപാടി മാത്രമല്ല. പുഴയിൽ വെള്ളം കൊള്ളാൻ തോന്നുന്നുണ്ട്, പണി കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൂടെ പോയി നോക്കാം. ഇത് ആറിലേക്കോണെന്ന് പറഞ്ഞാൽ ഒരു ഊരിലേക്ക് പോകണ വഴി കേട്ടോ. വേറെ ഒന്നുമില്ല, അവിടെ വീടുകൾ മാത്രം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ചെറിയൊരു ചെക്ക് ഡാമുണ്ട്, അത് കണ്ടിട്ട് വരാം.
ഏ മാങ്ങാണ്ടി പശു. അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ലേ, ഇതിനുള്ള പശുവിന് രോമായി പൊടി. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ ഭൂതയാർ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാട്ടാ. വട്ടപ്പാടിയുടെ ഭംഗിയുണ്ട്. അറ്റത്താണ് മേലെ ഭൂതയാർ. ഇവിടുന്ന് എൻ്റെ കണ്ണിലെന്നെ ഇത്രയ്ക്കുള്ളൂ, അത്രയും ചെറുതായിട്ട് എനിക്ക് കാണുന്നത്. അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ മലയുടെ മുകളിൽ അപ്പുറത്തെ സൈഡിലൂടെ ഇറങ്ങിയിട്ട് കാട്ടുകൂടെ നമുക്ക് താഴത്തേക്ക് റോഡിലേക്ക് വരാൻ പറ്റും. അതിനെ റോഡ് പോണത് അതിനെ കൊണ്ട് വരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പോയി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ എൻ്റെ വീഡിയോസ് മിസ്സായി പോയിച്ചേ, എല്ലാം ഫോർമാറ്റായി പണ്ട് കയ്യിൽ. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ നമ്മൾ നോക്കി നോക്കും. അറിയില്ല എന്താണ്ടാവുക എന്നുള്ളത്. നമുക്കൊന്നും ഇത്രയും അങ്ങനെയാണെന്നുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരമാവധി ഞാൻ എടുക്കും. ശരിക്കും നമ്മളതിൻ്റെ താഴ്ത്തിക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. എടവാണി എന്ന് പറഞ്ഞ സ്ഥലം അത് വരുന്നത് അതിൻ്റെ അപ്പുറത്തെ മലയുടെ ഭാഗത്തായിട്ട് വരിക. പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല ഈ പുഴയിൽ വെള്ളമുള്ള കാരണം. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം വരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് 2-3 പേർക്ക് അറിയാം ഞങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷേ വെള്ളം കുറവുണ്ടോ? വെള്ളം കുറവാണ് മക്കളെ. നീ കാണുന്ന വീടില്ലേ, ഇത് പശുവിന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള തൊഴുത്താട്ടത്. അത് ഞെട്ടിപ്പോയി ഞാൻ കഴിഞ്ഞ എന്താ പശുവിന് വേണ്ടിയിട്ടൊരു വീട്. കുറേ പട്ടികളുണ്ട്. എന്നിട്ട് അവസ്ഥ എന്നറിയില്ലേ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒന്നും ചെയ്തില്ല, ഉപദ്രവകാരികളായിരുന്നില്ലേ. പ്രാവശ്യം ചെയ്തിട്ട് അവസ്ഥ എന്നറിയില്ലേ. നോക്കി വെക്കണം. പരിചയതരാണെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റാക്കി. ഇത് പുഴയിൽ നിന്ന് ഡയറക്റ്റ് ഒരു പൈപ്പിട്ട് വലിക്കാൻ വെള്ളം കേട്ടോ. അത് കറണ്ടിൻ്റെ ആവശ്യമില്ല. പറ്റത്തില്ല. ഇത് എന്തോ പോടെ പുറത്ത് കോഴിക്കോട് അഞ്ചര ഫുള്ള് തെങ്ങുന്നപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോവാന്ന് വിചാരിച്ചത്. പക്ഷേ പുഴയിൽ വെള്ളമുള്ള ആൾക്കാരുണ്ട്. നമുക്ക് നോക്കിക്കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ശരി, വലിയ കാര്യമില്ല, കുറവൊന്നും പറയാനില്ല കേട്ടോ. വെള്ളം എന്നാലുണ്ട്. കുറഞ്ഞു വെള്ളം. മഴ ചാറുണ്ട്, നല്ല മഴ ചാറുണ്ട്. ആ ഭാഗത്തൊക്കെ നല്ല കലക്കുന്നുണ്ടോ മഴ. അറിയില്ല എന്തൊരു അവസ്ഥയാണ്. മഴ മഴ വരണ വെള്ളം മൊത്തം അപ്പർ ഭവാനി എന്ന് പറഞ്ഞ വെള്ളം കേട്ടോ. അതായത് മുകളിൽ നിന്ന് ഒരു അപ്പർ ഭവാനി എന്ന് പറഞ്ഞ ഡാമുണ്ട്. അത് കിന്നക്കര ഇല്ലേ, കിന്നക്കര എന്ന് പറഞ്ഞ ഏരിയയിലാണ് ആ ഡാം സ്ഥിതി ചെയ്യണത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് മലയുടെ മുകളിൽ നിന്ന്.
ഭവാനി പുഴ എന്ന് പറയും. ഇതൊരു 3-4 പുഴ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് ജോയിൻ്റ് ചെയ്ത് പോകുന്നത്. ഇനി അപ്പുറ സൈഡ് ഒരു പുഴ വരും, അത് ഇതും കൂടി വന്നിട്ട് രംഗനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വന്ന് ജോയിൻ്റ് ആയിട്ട് പോവാണ് ചെയ്യുക. മഴ ആദ്യം ഈ റോഡിലേക്കാണ് നമ്മൾ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ രക്ഷയില്ലേ. നമുക്ക് കാണണ പോലെടാ, കമ്പിമൊന്ന് കയറി പിടിക്കാനല്ലേ ഷോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. വേണ്ട ഏരിയ ഭയങ്കര ഫീലിസ്റ്റാ, രക്ഷയില്ലേ. അപ്പോൾ അതിൻ്റെ മുകളാണ് ശരിക്കും അപ്പുറ ഭവനി വരുന്നത്. ഫുള്ള് മഞ്ഞായി, കാണാൻ പറ്റില്ല. ആ ഭാഗത്ത് നിന്ന് നേരെ ഒഴുകിയിട്ട് ഇത് തന്നെ പോവും. അപ്പുറ സൈഡ് മേലെ പൂതിയാറിൻ്റെ അപ്പുറ സൈഡിൽ നിന്ന് ഇതേപോലെ വെള്ളം ഒഴുകിയിട്ട് വരുന്നുണ്ട്. അതും ഇതും കൂടിയിട്ട് വന്നിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് നേരെ വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോവുക. അവിടെ ഭവാനി ശേഖർ എന്ന് പറഞ്ഞ ഡാമുണ്ട്, ഭവാനി ശേഖർ എന്ന് പറഞ്ഞ ഡാമുണ്ട്. ആ ഡാമിലേക്ക് പോയിട്ട് ജോയിൻ്റ് ആവും. അതായത് കേരളത്തിൽ 3 പുഴയാണ് ശരിക്കും കിഴക്കോട്ട് കൊടുക്കുന്നത്. അതിൽ പറഞ്ഞതാ കബനി, ഭവാനി, പമ്പ 3 ഒഴുകണത്. അതിൽ പറഞ്ഞതാ ഭവാനി എന്ന് പറയുന്നത്. ഈ പുഴയാണ് തമിഴ്നാട്ടിൽ ഉത്ഭവിച്ചിട്ട് തമിഴ്നാട്ടിൽ അവസാനിക്കുന്ന ഒരു പുഴ. ഒന്നല്ല ഇവിടുത്തെ ഊരുകാരെ വേഷമാണ് കാണുന്നത്, ഇവിടുത്തെ ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വേഷം. സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വന്നാ, സ്ഥലങ്ങൾ കാണാൻ. ആ ഇല്ല ഇല്ല പച്ച കുത്തിയിട്ടുള്ള. അപ്പൊ വിദ്യാനെ എവിടേക്ക് പോണേ? അവിടെ പുഴയില് വെള്ളല്ലേ? ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു വേഷട്ടോ. ശല്യമൊന്നുമില്ല. നമ്മൾ എന്തിനാ വന്നതെന്നും അത് ചോദിക്കും, അറിയാത്ത കാരണം. ഇപ്പം ഞാൻ വന്നപ്പോൾ അവിടുത്തെ ആൾക്കാരിനോട് ചോദിച്ചു ആരാ എവിടുന്നാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന ആളാണ്, യൂട്യൂബറാണ്, യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആളാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളായിട്ട് പ്രശ്നമില്ലാണ്ടിരുന്നാൽ മതി. മനസ്സിലായ? നിങ്ങൾ സ്ഥലങ്ങൾ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങൾ കാണാൻ എൻജോയ് ചെയ്യുക, പോവുക. ഇവിടുത്തെ ജനങ്ങൾക്കും ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാലാണ് ഈ പ്രശ്നം. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബാൻ ചെയ്യണതിൻ്റെ മെയിൻ പ്രശ്നം അതാ, നമ്മൾ കാണിക്കുന്ന ഈ കുരുത്തക്കേട് തന്നെയാണ്. അതൊരിക്കലും അവിടുത്തെ ജനങ്ങളുടെ ഗവൺമെൻറ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആണ് കാര്യം. ഇവിടെ ഇതല്ലോ അവിടെ നിന്നാണ് 2 സ്ഥലത്തു നിന്നാണ് വെള്ളം വരുന്നത് ആ ഭാഗത്ത്. ശരിക്കും ഇതുവരെ അടുക്കള കേട്ടോ ഈ വീടുകളുടെ കണ്ടില്ലേ. അടുക്കള ഇത് കോഴിക്കോട് തെങ്ങ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാ. ഒട്ടുമിക്ക സ്ഥലത്തും ചെറിയ ചെറിയ അടുക്കളകളുണ്ടാവും. ഇവിടെ വരലില്ല വീടുള്ളൂ, 5-10 വീടുകളുള്ളൂ. യൂട്യൂബറാ, വ്ളോഗിങ്ങാ. ആ ഇതൊക്കെ എടുത്തുണ്ട്. ഞാനിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെ ഞാൻ പോയിട്ട് അപ്പുറത്തെ റോഡിൽ അവിടെ വെള്ളം കയറിയ കാരണേ ബൈക്ക് പോവില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാനിവിടെ നിന്ന് ഈ പുഴയുടെ അവിടെ നിന്നിട്ട് താഴേക്ക് പോവും. വരണ്ടേ? എന്നാ പോയോ. വിജിലൻസാ? അല്ലല്ല. ഇങ്ങോട്ട് വരണ്ട? ഞാന് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഞാൻ ഒരു ചേട്ടനെ ഇറക്കി വിട്ടിട്ട് പോയി. എടവാണിക്ക് പോകാന്ന് വിചാരിച്ചു. പക്ഷെ എടവാണിയില് വണ്ടി ഇവിടെ വെക്കുന്നുണ്ട്. ഇല്ലില്ല, പുഴയിലേക്ക് പോകണല്ലോ. സ്വർണ്ണാഥയാണോ വീട്? സ്വർണ്ണാഥ എവിടെയാ?
സ്വർണ്ണ എന്ന് പറയുന്നത് ഓ അവിടെ അല്ലേ? ഓക്കെ. ഞാൻ നോക്കിയപ്പോൾ ഒരു ബുള്ളറ്റ് കാര്യം സിമ്പിളായിട്ട് വണ്ടി ഇറക്കിക്കൊണ്ടിരുന്നു. നോക്കി നോക്കാം പോകാൻ പറ്റുമെന്ന്. വെള്ളം നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളമുണ്ട്. പക്ഷെ ആ ബുള്ളറ്റുകാരും സിമ്പിളായിട്ട് കയറി പോയിച്ചേ. നോക്കി നോക്കാം. വാവ്, അങ്ങനെ നമ്മൾ റിവർ ക്രോസ് ചെയ്തു. ഇടവാണി പോകാനുള്ള പ്ലാൻ സക്സസ്. ഷൂ നിറച്ചും വെള്ളമായി, എന്നാലും വേണ്ടിയില്ലേ. ഇനി മഴയാണ് ചതി, കാരണം ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ തിരിച്ച് പെട്ടെന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ വിഷയമായി പോവും. കാരണം മലയുടെ മുകളിൽ പോണെങ്കിൽ വെള്ളം കയറാം. നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഇത്രയും പ്രതീക്ഷിക്കണം വണ്ടി വരും എന്നുള്ളത്. ഞാൻ ആ ബുള്ളറ്റുകാരെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ നേരത്തെ നിന്ന സ്ഥലം ഇതാട്ടാ. ഇവിടെ നിന്നിട്ട് നമ്മള് വ്ളോഗ് ചെയ്തത്. ഷൂ നിറച്ചും വെള്ളമായി, അങ്ങനെ കുഴപ്പമില്ല. എടവാണി പോകണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു, പക്ഷെ അത് സാധിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. പോവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം കഴിഞ്ഞ ദിവസം അവിടെ ഒരു പോസ്റ്റും കല്ല് വീണ് നടക്കണ്ടായിരുന്നു. ഇടിക്കുട്ടി വെള്ളച്ചാട്ടമുണ്ടോ? ഏതുണ്ട് സംഭവം. നല്ല പോലെ ആ ഭാഗത്ത് മഴയിലൊക്കെ ഉണ്ട്. എടവാണി പോളാങ്ങളാ? എടവാണി പോവുമാ? പ്രശ്നമൊന്നും ഇല്ലേ? പോസ്റ്റും കാത് വീഴുന്നത് അത് എടുത്താ? നിങ്ങളുടെ വീട് എവിടെയാ? ഭൂതയാറ്. അവിടെ സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ അറിയോ? മലപ്പുറത്ത് വർക്ക് ചെയ്യണത് അറിയോ? പുള്ളിയുണ്ടോ അവിടെ? പോയില്ലേ? ചോദിച്ചേ. ഞാൻ മേലെ ഭൂതയാർന്ന് ഒരു ദിവസം ആളുടെ കൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നില്ലായിരുന്നേ. ഞാൻ ചോദിച്ചു. ശരി. വിഷയമാണ് ഈ പിള്ളേരുകളൊക്കെ ഒന്ന് ആലോചിക്കുക. ആ റോഡിൽ വെള്ളം കയറിയ കാരണം കൊണ്ട് ഈ ഭാഗത്തേക്ക് വണ്ടികൾ വരവില്ല. അപ്പോൾ വരുന്നുണ്ടെങ്കിലും മീൻസ് അത്രക്കില്ല. ഇവിടെ മൊത്തം കപ്പ, റാഗി, പിന്നെ കവുങ്ങ്, തെങ്ങ്, കുറെ കരിമ്പ്, വാഴ, ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ മെയിൻ കൃഷികൾ. ഇനി ഇവിടെ വല്ല പുഴ കിടക്കാണ്ടാവോ? ഇതൊരു ഊരാടാ. ഇവിടുത്തെ മെയിനായിട്ടുള്ള എൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടുള്ളത് നാടൻ കോഴികളെ മൊത്തം അവിടെ കുഞ്ഞു കുഞ്ഞു കോഴിക്കുട്ടികള്. അടുത്ത ടാസ്ക്, അടുത്ത പുഴ വന്നു കേട്ടോ. ഇവിടെയും വലിയ കുഴപ്പമില്ല, താഴെന്ന് തോന്നുന്നുണ്ട്. വേണ്ട മഴ പെയ്യണ കാരണേ നല്ല മഴകളൊക്കെ ഉണ്ട്, വെള്ളം വന്നോണ്ടിരിക്കാന്ന്. സീൻ മോൻ രക്ഷയില്ല, അന്യായ മഴ.
ഇത് നേരത്തെ എത്ര കൊണ്ട് ഒഴുക്കില്ലാണെന്ന് അറിയില്ല കേട്ടോ. ആ ചേച്ചി പറഞ്ഞ ബൈക്ക് പോകുമെന്ന് പറഞ്ഞത്, നമ്മളാ ഒരു വിശ്വാസത്തിലാണ് വണ്ടി കൊണ്ട് പോണത്. സത്യത്തിൽ ഇങ്ങനെ റിവർ ക്രോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അതാണ് സത്യമായിട്ടുള്ള കാര്യം. ഓക്കെ, ക്യാമറയ്ക്കകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉള്ള കുട്ടിലും മല നോക്കി ഇഷ്ട എന്ത് വൈബാ നോക്കി. ഞാൻ ആ മലയുടെ അതിനെ വന്നു നിന്നിട്ട് ആ മലയുടെ അതിൻ്റെ അപ്പുറത്തെ മലയുടെ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ഗ്രാമവാസികൾക്ക്, അത് ഊരിൽ താമസിക്കുന്നവർക്ക് ഇത്ര ഏക്കറാണ്ട് ഗവൺമെൻറ് പതിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇവർക്ക് വിൽക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ അങ്ങനത്തെ ഒന്നും പാടില്ല. അത് അവർക്ക് പേഴ്സണലി കൃഷി ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാണ് യൂസ് ചെയ്യുക മാത്രം. ഇവിടെ ഒരു പുഴയും കൂടി ഉണ്ട് കേട്ടോ. അത് ഇനി ഈ ഒരു ഒറ്റ പുഴയാണ് ഇവിടെ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല താഴ്ചയുണ്ട് കേട്ടോ. ഓണക്ക് എൻ്റെ ട്രാക്ടറിൻ്റെ മുകളിൽ വെള്ളം കയറി കേട്ടോ. ആണോ, ചിന്തിക്കാൻ പറ്റുമോ? ഈ ഭാഗത്ത് വണ്ടികൾ വളരെ വളരെ കുറവാണ്. എപ്പോഴും മൃഗങ്ങൾ ഇറങ്ങാനുള്ള ചാൻസും കൂടുതലാണ്. ആൾക്കാരൊക്കെ ഈ കാട്ടിൽ ഇപ്പം താമസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതം. ആണോ, ഓട്ടോഷ ഉണ്ട് ഇടവാനേടാ. അപ്പം മാമൻ്റെ അടുത്ത് ഇറങ്ങുന്ന ഏറ്റവും സ്ഥലം. ഞാൻ കഴിഞ്ഞ ദിവസം വന്നത് ഈ അമ്മാമ്മയുടെ അടുത്തേക്ക്. ഈ കാണുന്ന നീല വീട്ടില്ലേ, അവിടെ ഒരു അമ്മാമ്മയുണ്ട്. അമ്മാമ്മയുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം വന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ കയറാം. തിരിച്ചു വരുമ്പോൾ ഞാൻ കയറിയിട്ട് അമ്മാമ്മയോട് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ കുറേ നേരം അവരോട് സംസാരിച്ച് ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അമ്മാവ ഇരിക്കിട്ട് പേരക്കുട്ടികളായിരുന്നു. പേരക്കുട്ടി ജോലിക്ക് പോയിട്ടെന്ന് പറഞ്ഞു. ഈ വഴിയിലാണ് പോസ്റ്റിനൊക്കെ ഉണ്ടായിരുന്ന മാറ്റിയവര്. ഈ ഭാഗത്തൊന്നും റേഞ്ചില്ലാത്ത ഫോണ്. ഇവിടെ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ഞങ്ങൾ യൂസ് ചെയ്യണേ? വൈഫൈ കണക്ഷനാ. ഗവൺമെൻറ് തന്നെ ഈ അടിയുടെ ഒരു വയറ് എക്സ്ട്രാ ഉണ്ടാവും. ഈ കാണുന്നത് കേബിള് ഇത് വൈഫൈ കണക്ഷനാ. ഇതിലാണ് അവർ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഫോണും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നില്ല. ഞാൻ വന്നത് പുറകിലുള്ള മലയാളം കൂടി നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ പ്രപഞ്ചം നമുക്ക് വേണ്ടി വഴിയൊരുക്കി തരും എന്ന് പറയില്ലേ? സാധനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് എവിടെയെങ്കിലൊക്കെ പുല്ലുമയുണ്ടാവും. എവിടുന്ന് ഇവർ ഇറങ്ങി വരാന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അങ്ങനെ ഒരു കേസും കൂടി ഉണ്ട്. നോക്കിപ്പോയില്ലാന്നുണ്ടെങ്കിൽ മണ്ടനാകാൻ മണ്ണിടിഞ്ഞിട്ടോ. കൂടുതൽ വെള്ളച്ചാട്ടമാണുള്ളത്. ഏരിയൊരു പുഴയിലെ മുങ്ങിട്ട് ഇറങ്ങണം വന്നിട്ട്. പുഴയുടെ കൂടെ നമ്മൾ അഭ്യാസം തിരിച്ചൊരു മലയാളം കൊണ്ട് വെള്ളം കൂടാണ്ട് നാല് വീടുകളാ. പശുത്തൊഴുത്ത് വീട് എന്താ കൂടെ ഇതിൻ്റെ അവസാനം വരെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ട് ഓഫ് റോഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കത്താനാ. അതൊരു ബ്ലെസ്സിങ്ങാ.
ആന ഇറങ്ങണ സ്ഥലമാണ്. ആന പറഞ്ഞിട്ട് 2 പുഴ 4 പുഴയും ഞാൻ കവർ ചെയ്യണം. അടുത്ത് ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റും. നോക്കി അവിടുന്ന് പറഞ്ഞാൽ കുത്തിയൊലിച്ച് വരുന്നത്, ഇത് ഇവിടുന്ന് പറഞ്ഞാൽ വരുന്നത് ഫുള്ള് വെള്ളം മഴ ഇല്ല. നമ്മളെപ്പോഴും പുഴ ക്രോസ് ചെയ്യുമ്പോൾ ഏത് ഭാഗത്തുനിന്നാണോ വെള്ളം വരുന്നത് ആ ഭാഗത്തേക്ക് ചേർന്നിട്ട് റോഡ് ക്രോസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങാനോ വണ്ടി സ്ലിപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി റൈസ് ചെയ്ത് കയറ്റി പോകാൻ ഗ്യാപ്പെങ്കിലും വേണം നമുക്ക്. ഇടവാണി ഇതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അട്ടപ്പാടിയുടെ അവസാനത്തെ ഒരു ഏരിയ ഇതാന്ന് പറയുന്നത് ഇടവാണി എന്ന് പറയുന്നത്. ഊരിക്കാരി ഓരോ ഊരിലും ഓരോ മൂപ്പന്മാരുണ്ടാവും. இதுக்கு மேலே போக முடியுங்களா? முடியாது, இதுதான் கடைசி. இந்த ரோடு எங்கே போகுதுங்க காட்டுக்கா? இது மட்டும்தான். കുറച്ച് ജനങ്ങളാട്ടാ. എന്താണല്ലോ ഒരു വീടിൻ്റെ അവസ്ഥ. ഒരു കാട്ടിലൊന്നും ജീവിക്കുന്ന പറയുമ്പോൾ അത്ഭുതം. இங்கே எப்படி வரீங்க நீங்கள் வண்டியிலையா? ஜீப் வரும். கேன 2 മുകളിലേക്ക് വിട്ട് വരാം. ഇവിടേക്ക് ആൾക്കാർ വ്ളോഗ് ചെയ്യാൻ വരാറുണ്ട്. വ്ളോഗ് ചെയ്യാൻ എവിടെയുള്ളവരാ? മട്ടത്തുകാട്, പിന്നെ സുരേഷ് എന്ന് പറഞ്ഞിട്ട് അത് ഈ അട്ടപ്പാടിയുള്ളവരല്ലേ? പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് പണം തുറക്കുന്ന വീടുകളാണോ? നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റലേഴ്സ് വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരൊക്കെ നേരത്തെ താഴെ പോകുന്നുണ്ട്. താമസം അവിടെയൊക്കെ മാറ്റിയിട്ട് കുറേ വീടുകൾ ഇവിടുന്ന് കായലിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടു. ഇതാണ് ഫൈനൽ വീട് ഇവിടുത്തെ. ഇതാണ് ലാസ്റ്റ്. ഓക്കെ, ഇതൊക്കെ ആട്ടും കൂടാണല്ലേ? ഇത് റോഡാണത്? വെറുതെ കുറെ കാശ് കൊണ്ട് ഇവിടെ ചിലവാക്കുന്നുണ്ടല്ലേ? അത് നല്ലൊരു കാര്യമായിരുന്നു. നമുക്ക് വണ്ടി പോകാൻ നടക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ വണ്ടി പോകുന്ന രീതിയിൽ ഒരു പാലം കെട്ടിയെന്നുണ്ടെങ്കിൽ. നിങ്ങളപ്പോൾ കൊണ്ട് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ? സ്കൂളൊക്കെ തുറക്കുമ്പോൾ മഴ കുറയും. ശരിക്കുള്ള മഴ ഇങ്ങനെ ഇടയ്ക്കുന്നു. വീടുകളിലാണ് അങ്ങോട്ട്? ഇത് കാപ്പിയല്ലേ? വീടിൻ്റെ അപ്പുറത്ത് ഈ പുഴയില്ലേ? ഇത് തന്നെ നിങ്ങൾ പോകാറുണ്ടോ പുഴയിലേക്ക്? ആ വഴിയാണോ? ഓക്കെ. തണവായിരിക്കില്ലേ ഫുൾ ടൈം? ഊട്ടി പോലെ. ഇവിടുന്ന് ഊട്ടി അടുത്തല്ലേ? അപ്പർ ഭവാനി, അപ്പർ ഭവാനി, കിന്നക്കര. അതെ ഏലക്കായത്? കാപ്പിയാണ് കുരുണ്ടായി വരണുള്ളൂ.